എണ്ണ വില ഇപ്പോൾ ഏതാണ്ട് $110 ഞാൻ കാണുന്നത്, ഞാൻ നോക്കിയപ്പോൾ. പക്ഷേ LNG വില നോക്കൂ, കുറഞ്ഞു വരികയാണ്. യുദ്ധം ഉണ്ടായതിനു ശേഷം LNG വില കുറയുകയാണ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഈ LNG വില കുറയുന്നു, പക്ഷേ LNG ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. ഖത്തർ നല്ല ഫ്രീസറായിട്ടുള്ള -162 ഡിഗ്രിയിലാണ് കണ്ടെയ്നറിലാക്കിയിട്ട് ഈ പാചകവാതകം അല്ല പ്രകൃതിവാതകം, പ്രൊപ്പെയിനും ബ്യൂട്ടേനും, ഇത് രണ്ടും കൂടെ കപ്പലിൽ വലിയ വലിയ ടാങ്കുകളിലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അപ്പോൾ LNG ഈ റാസ് ലഫാനിലെ അടിക്ക് ശേഷം, അതിന് മുന്നേ തന്നെ അവർ പ്രൊഡക്ഷൻ നിർത്തിയിരുന്നു. ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ കടലിനടിയിലുള്ള ഗ്യാസ് ഫീൽഡിൽ നിന്ന് പ്രഷറൈസ് ചെയ്ത് പൈപ്പുകൾ വഴി കടലിനടിയിലൂടെ ഓൺഷോറിലുള്ള ടെർമിനലുകളിൽ കൊണ്ടുവരിക, എന്നിട്ട് ഗ്യാസ് ശുദ്ധീകരിക്കും. അതിനകത്ത് ഒരുപാട് മെർക്കുറിയുടെ ഉണ്ടാവും, സൾഫർ, അങ്ങനെ കുറേ സംഗതി ആവശ്യമില്ലാത്ത കണ്ടന്റ് ഉണ്ടാവും, വേപ്പർ ഉണ്ടാവും. ഗ്യാസ് ഫിൽട്രേഷൻ നടത്തി ഗ്യാസ് ശുദ്ധീകരിച്ചതിന് ശേഷം അതിനെ താഴ്ന്ന ഊഷ്മാവിലേക്ക് കൊണ്ടുപോയി ലിക്വിഡാക്കും. അതായത് -162, അതാണ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്ന റേറ്റ്, 160 എന്നിട്ട് കപ്പലിൽ കയറ്റിയാണ് വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ LNGയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്ന അമേരിക്കയാണ്, ഖത്തറല്ല. LNGക്ക് വലിയ പ്രശ്നവുമില്ല, ഇഷ്ടം പോലെ സപ്ലൈ ഉണ്ട്. ഇപ്പോൾ റാസ് ലഫാനിലെ സപ്ലൈ ഇല്ലെങ്കിലും അത് വെച്ച് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളുടെ പലരും കഴിഞ്ഞ ലൈവിലും ചോദിച്ചാൽ, അങ്ങനെയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ കുക്കിംഗ് ഗ്യാസിന് അല്ലെങ്കിൽ LPG സിലിണ്ടർ കിട്ടാത്തത്? അവിടെ മനസ്സിലാക്കേണ്ടത്, ഈ LPG എന്ന് പറയുന്നതും LNG എന്ന് പറയുന്നതും PNG എന്നൊക്കെ പറയുന്നതും ചെറിയ വ്യത്യാസമുള്ള ചില കോൺസെപ്റ്റുകളാണ്. അത് ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ തവണ എണ്ണവിലയുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം വിശദീകരിച്ചാണ്. ഇതാണ് നിങ്ങൾ ഈ കാണുന്ന LPG ഗ്യാസ് സിലിണ്ടേഴ്സ്, കണ്ടില്ലേ? 15.8 അല്ലേ, അതാണെന്ന് തോന്നുന്നു, 15.8 കിലോ, 14.3 ആണ് അതിൻ്റെ ഗ്യാസിൻ്റെ വെയിറ്റ് എന്നെനിക്ക്. ഇത് പാചകവാതകമാണ്. അത് ഏതാണ്ട് 60-40% ബ്യൂട്ടൈൻ പ്രൊപ്പെയിൻ ഒരു കോമ്പിനേഷനാണ് പാചകവാതകം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളത്, ഇത് പൈപ്പ് ലൈനാണ്. ഇത് കുറഞ്ഞ പ്രഷറിലുള്ള പാചകവാതകം നിങ്ങളുടെ വീടുകളിൽ സാധാരണ ഇല്ല. ഇത് കൂടുതലും സിറ്റികളിൽ ഇൻഡസ്ട്രിയൽ ബേസിസ് ആണ് പാചകവാതകം PNG എന്നുള്ള പൈപ്പ് വരുന്നത്. അപ്പം LPG എന്ന് പറയുന്നത് LNG ആയിട്ടുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. LPG നമ്മളിവിടെ ഏതാണ്ട് 31 to 33 മില്യൺ ടൺസ് ആണ് നമ്മൾ ആനുവലായിട്ട് കൺസ്യൂം ചെയ്യുന്നത്. ഒരു മാസം 2.6 MMT, 330 മില്യൺ, 33 കോടി ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നത്, ഹൗസ് ഹോൾഡ്. ഈ സാധനം ആണ് ശരിക്കും ഇപ്പോൾ ഷോർട്ടേജ് ഉള്ളത്, അത് LNG അല്ല. നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് ഉണ്ടോ, LNG ബേസ്ഡ് സിസ്റ്റം. ആനുവൽ കൺസംഷൻ 55-60 ബില്യൺ ക്യൂബിക് മീറ്റേഴ്സ് ആണ്. ഇത് ക്യൂബിക് മീറ്റേഴ്സ് ആണ്, ഇത് ടണ്ണാണ്. അതായത് ഇത് ലിക്വിഡ് ആക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യത്യാസം. മന്ത്ലി 5700 MMSCM. അത് കൂടുതൽ ഉപയോഗിക്കുന്നത് LNG ഉപയോഗിക്കുന്നത് പവർ പ്ലാന്റ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇൻഡസ്ട്രി, CNG ഫോർ വെഹിക്കിൾസ് ഒക്കെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഈ LPG ഉണ്ടാക്കുന്നത് ഇത് LNG സിലിണ്ടേഴ്സ് ആണ്. ഇത് നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ട്, -160 ഈ സിലിണ്ടറിൽ ലിക്വിഡായിട്ട് LNG ഫിൽട്ടർ ചെയ്ത ഗ്യാസ് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചർ താഴ്ന്നു കഴിഞ്ഞാൽ ഇത് വികസിക്കും. കാര്യം 600-1 അതിൻ്റെ വോളിയം, ഗ്യാസിനെ 600-1. അപ്പോൾ അത്രയും പ്രഷർ ലിക്വിഡ് ആകുമ്പോൾ അറിയില്ല. ലിക്വിഡ് ആകുമ്പോൾ ഒരു വസ്തുവിൽ, ഗ്യാസ് ആകുമ്പോൾ അതിൻ്റെ തന്മാത്രകൾ തമ്മിൽ ഭയങ്കര അകലമായിരിക്കും അല്ലേ. ലിക്വിഡ് ആകുമ്പോൾ വളരെ അടുത്ത് വരും. സോളിഡ് ആകുമ്പോൾ ശരിക്കും വളരെ ഈ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അതിനെയാണ് സോളിഡ്. ഒരു വസ്തുവിൻ്റെ തന്നെ ഇപ്പോൾ ഐസ്, വാട്ടർ, വേപ്പർ,
ഇത് രണ്ടും H2O തന്നെയാണ്, 3 H2O തന്നെയാണ്. പക്ഷേ മോളിക്യൂളുകൾ തമ്മിലുള്ള അകലമാണ്. ഇപ്പോൾ ലിക്വിഡ് ആകുമ്പോൾ ഒരു എണ്ണത്തിന് മറ്റൊന്നിൻ്റെ മേളിലൂടെ ഗ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് വെള്ളം എന്ന് നമ്മൾ പറയുന്നത്. വെള്ളത്വം അടുത്തിരിക്കും. ഒരു എന്താ പറയുന്ന ഒരു ഹൗസ്ഫുൾ ആയിട്ടുള്ള ഒരു KSRTC ബസ്, പിന്നെ സീറ്റ് ഫുള്ളായിട്ടുള്ള KSRTC ബസ്, 2-3 പേര് അവിടെ ഇരിക്കുന്ന ഒരു KSRTC ബസ്. അല്ലെന്നുണ്ടെങ്കിൽ അവാർഡ് സിനിമയുടെ ഓഡിയൻസ്, അതാണ് ശരിക്കും ഗ്യാസ്. അപ്പം അതാണ് ഈ ഗ്യാസാണ് ലിക്വിഡാക്കിയാണ് ഇത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഈ LPGയുടെ ഉൽപ്പാദനം കൂട്ടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. LPGയുടെ ഉൽപ്പാദനം കൂട്ടുന്നത്, LPG ശരിക്കും ഈ ക്രൂഡ് പെട്രോളിയം കൊണ്ടുവന്നിട്ട് റിഫൈൻ ചെയ്യും. വ്യത്യസ്ത ടെമ്പറേച്ചറിലും പ്രഷറിലും വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് കിട്ടുന്നത്. ഇപ്പോൾ ജെറ്റ് ഫ്യൂവല്, പെട്രോള്, ഡീസല്, ഇതൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ശേഖരിക്കപ്പെടുന്നതാണ് ഈ ബ്യൂട്ടേനും പ്രൊപ്പേനും. അതായത് നമ്മളുടെ ഈ കുക്കിംഗ് ഗ്യാസ് ഉണ്ടാക്കുന്ന ബേസിക്കലി LNG ഖത്തറിൽ നിന്നും ഈ ഫ്രീസ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനം വെച്ചല്ല. അതിൻ്റെ സപ്ലൈ സൈഡ് വളരെ സ്ട്രോങ് ആണ്. അതിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതിൻ്റെ വിലയും കുറഞ്ഞിരിക്കുന്നു. $3 നിന്ന് $2 കുറഞ്ഞിരിക്കുന്നു. അപ്പം അതിന് ക്ഷാമമാണെങ്കിൽ അതിൻ്റെ വില കൂടുതലല്ലേ വേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഇവിടെ കാണിച്ചു കണ്ടില്ലേ, ഇതിൻ്റെ വില കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. 3 നിന്ന് 2.78 വരുന്നത് LNG. പക്ഷേ LNG അല്ല നമ്മുടെ LPG. LPG എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്രൂഡ് പെട്രോളിയം, കടത്തിക്കൊണ്ടുവരുന്ന പെട്രോളിയം, അതിൻ്റെ റിഫൈൻമെൻറ്റുമായിട്ട് ചേർന്ന് ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്ന പ്രൊപ്പൈനും ബ്യൂട്ടേനുമാണ്. അത് മിക്സ് ചെയ്താണ് 60-40 എന്നുള്ള നിലയിൽ മിക്സ് ചെയ്താണ് നമ്മൾ പാചകവാതകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ രസം എന്നുള്ളത്, ഇതിൻ്റെ ഉൽപ്പാദനം കൂട്ടാമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഡീസലും പെട്രോളിൻ്റെയും ജെറ്റ് ഫ്യൂവലിൻ്റെ ഉൽപ്പാദനം കൂടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ കൂടണമെന്ന് നിർബന്ധമില്ല. അല്ലാതെ തന്നെ ഇതിൻ്റെ വോളിയം വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാങ്കേതികത വിദ്യകളുണ്ട്. അപ്പം ഈ ക്രൂഡ് കൊണ്ടുവരുന്നു, പെട്രോളിനോ ഡീസലിനോ പ്രശ്നമില്ല, അത് നമുക്ക് സ്റ്റോക്കുണ്ട്. പക്ഷേ അതിനകത്തു നിന്ന് വരുന്ന LPG, അതിൻ്റെ ഉൽപ്പാദനമാണ് ഇപ്പോൾ നമ്മൾ കൂട്ടാൻ ശ്രമിക്കുന്നത്. കാര്യം ഈ LNG ഗ്യാസിൻ്റെ അത് കുറഞ്ഞു വരികയാണ്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അമേരിക്കയിൽ നിന്നല്ല, കൂടുതലും ഈ പറയുന്ന ഖത്തറിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്, അറൗണ്ട് 90%. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ LPGയുടെ ഉൽപ്പാദനം കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഗ്യാസിൻ്റെ ഡിലേയും മറ്റു കാര്യം. അപ്പോൾ ഒരാൾ ഇന്നലെ ലൈവിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ പറഞ്ഞുള്ളൂ, LNGയുടെ വില കുറയുന്നു, ഓയിലിൻ്റെ വില കൂടുന്നു, എന്തുകൊണ്ട്? അപ്പോൾ ഓയിൽ എന്ന് പറയുന്നത് പെട്രോള് അല്ല ക്രൂഡാണ്, അതിനകത്ത് നിന്നുണ്ടാക്കുന്നതാണ് പെട്രോള്, ഡീസല്, അതുപോലെ തന്നെ ജെറ്റ് ഫ്യൂവല്. ജെറ്റ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ശരിക്കും മണ്ണെണ്ണയാണ്, ഐ മീൻ കെറോസിൻ. ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള കെറോസിനാണ് ജെറ്റ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാത്ത കെറോസിൻ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സൈസ് സാധനം. പക്ഷെ ഭയങ്കര വില വ്യത്യാസമുണ്ട്. സൾഫർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നീക്കിയിട്ട് പ്യുവറായിട്ടുള്ള കെറോസിനാണ് ശരിക്കും ഈ ഫൈറ്റർ ജെറ്റ്സിനും പാസഞ്ചർ പ്ലെയിനും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഈ റിഫൈൻമെൻറ്റിലൂടെ വരുന്ന സാധനമാണ്. അതിൻ്റെ കൂടെ വരുന്ന LPG ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്.